KP നൗഷാദ് അല്ലേ? ഇപ്പോൾ നോക്കൂ, സ്റ്റാർട്ടപ്പ് എക്കോണമി ബൂം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഗുണഫലം എന്ന് പറയുന്നത് നാളെ ആര് കേരളം ഭരിച്ചാലും ഉണ്ടാവില്ല. ഇപ്പം അടുത്ത 2026 ആര് കേരളം ഭരിക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട്, ഇടതുപക്ഷത്തിനും ചാൻസ് ഉണ്ട്. സോ ഒരു പക്ഷേ 10 കൊല്ലം ഇടതു മുന്നണി ഭരിച്ചാൽ UDF-നായിരിക്കാം കൂടുതൽ ചാൻസ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ നയരേഖ നടപ്പാക്കിയ യൂസർ ഫീകൾ കാലോചിതമായി പരിഷ്കരിച്ചു എന്ന് വിചാരിക്കൂ. OP ടിക്കറ്റ് മുതൽ അങ്ങോട്ട് സർക്കാർ സേവനങ്ങളുടെ ഒക്കെ ഫീസ് വർദ്ധിപ്പിച്ചു എന്ന് വിചാരിക്കൂ. സംസ്ഥാന റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തി എന്ന് വിചാരിക്കൂ, ചെറിയ ടോൾ ദീർഘകാലത്തേക്ക്. ഇതിൻ്റെ എല്ലാം ഗുണഭോക്താവുന്നത് ആരാണ്? അതിൻ്റെ ഗുണഭോക്താവുന്നത് 2027-ലും 28-ലും ഒക്കെ കേരളം ഭരിക്കുന്ന ആളുകളാവും. അതുകൊണ്ട് ഇതൊക്കെ നടപ്പാക്കട്ടെ, നമ്മളിത് കണ്ടിരിക്കാം എന്നൊരു സമീപനം എടുക്കുന്നതല്ലേ യുക്തിയും ബുദ്ധിയും. അഭിലാഷ്, അത്തരത്തിൽ ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞുകൊണ്ട് അവരെ കരിമ്പിൻ ചണ്ടിയാക്കി മാറ്റിക്കൊണ്ട് സ്റ്റേറ്റ് കൊഴുത്ത് വീർക്കുന്ന മുതലാളിത്ത മൂലധന സംസ്കാരം അതൊരു കാലത്തും കോൺഗ്രസോ UDF-ഓ അവലംബിച്ചു പോരാത്തതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ 1/4 നൂറ്റാണ്ടും 3 പതിറ്റാണ്ടും പുറകിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ പഴയ കാലത്ത് മുതലാളിത്ത കോർപ്പറേറ്റ് വ്യവസ്ഥിതിയിലൂടെ നീങ്ങിയ രാജ്യങ്ങളൊക്കെ അതിനോടൊപ്പം തന്നെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന പുതിയൊരു ആശയത്തോട് താതാത്മ്യം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നൊരു ലോകക്രമമാണ് ഇന്ന് നിലവിലുള്ളത്. നിങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് നോക്കിയാൽ മതി. മറ്റ് വികസിത പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ ഭരണരീതികൾ, മുൻഗണനാക്രമങ്ങളൊക്കെ അത്തരത്തിലാണ് ഇന്ന് പുരോഗമിക്കുന്നത്. അവർ 2 പതിറ്റാണ്ട് മുമ്പ് കൈയൊഴിഞ്ഞതിനെയാണ് ഇന്ന് കേരളത്തിലെ പിണറായി നവകേരള ഡോക്യുമെന്റും മാതൃകയാക്കുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെയാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ മാതൃകയിൽ കേരളത്തെ പുതുക്കി പണിയുമെന്നുള്ളതാണ് ഈ വിഷൻ ഡോക്യുമെന്റ്. അല്ല, ഇവിടെ എല്ലാ കാലത്തും CPM-ന് അത്തരത്തിലുള്ള പല ഉദാഹരണങ്ങളുമുണ്ട്. ഇവിടെ CPM എന്ന പാർട്ടിയെക്കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ ഘടകം ഏതാണെന്ന് വെച്ചാൽ, കേരളത്തിലെ CPM-നകത്ത് ഇന്ന് നിലനിൽക്കുന്നത് ഉത്തര കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ശ്മശാന മൂകതയാണ്. ഒറ്റ നേതാവിനെ പ്രതിഷ്ഠിക്കുന്നു, അദ്ദേഹത്തിനെതിരെ ഒരു അപശബ്ദം പോലും എവിടെ നിന്നും മുഴങ്ങില്ല എന്ന് ഉറപ്പാക്കുന്നു. എവിടെ നിന്നെങ്കിലും അത്തരത്തിലൊരു മർമ്മരമുണ്ടായാൽ അതിനെ മുളയിലെ നുള്ളിക്കളയുന്നു. ഇത്തരത്തിലുള്ള ഒരു 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 ലാത്തിയും തോക്കുമൊക്കെ ചൂണ്ടിക്കൊണ്ടുള്ളൊരു ആഭ്യന്തര ജനാധിപത്യ ക്രമീകരണമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആ പാർട്ടിയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ CPM-നെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷയും നമ്മളിൽ നിന്ന് അസ്തമിപ്പിച്ച് കളയുന്നതാണ്. ഇവിടെ ഇതുകൊണ്ട് കേരളത്തിന് മറ്റു ചില ദോഷങ്ങൾ കൂടിയുണ്ട് അഭിലാഷ്. നിങ്ങൾ നോക്കുക, ഇന്നിപ്പോൾ CPM കേരളം ഭരിക്കുകയാണ്. ഇവിടെ ഈ കടൽ തീര ഖനനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നയം മാറ്റി മുന്നോട്ട് വന്ന് കേരളത്തിൻ്റെ കടൽ തീരം വിഴുങ്ങാൻ കടന്നു വരുമ്പോൾ ഇവിടെ ഭരിക്കുന്ന CPM എന്ത് തരത്തിലുള്ള പ്രതിരോധമാണ് അതിനെതിരെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ 1 വർഷമായി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ തമിഴ്നാട്ടിലേക്ക് നോക്കൂ, അവിടെയും സമാനമായ സാഹചര്യത്തിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കടുത്ത പ്രതിരോധത്തിന് മുന്നിൽ കേന്ദ്രം വിയർക്കുമ്പോൾ കേരളത്തിലൊക്കെ ഒരു എക്സ്പാർട്ടി വിധി പോലെ യാതൊരു പ്രതിബന്ധങ്ങളുമില്ലാതെ സുഗമമായ കടന്നുവരവിനാണ് ഈ പിണറായി വിജയൻ്റെ സർക്കാർ ഇവിടെ കളമൊരുക്കുന്നത്. അത് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മണ്ഡലങ്ങൾ കുറയുന്നു, ഉത്തരേന്ത്യയിൽ കൂടുന്നു, പലതരത്തിലുള്ള വലിയ വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സ്റ്റാലിനെ പോലെയുള്ള ഭരണാധികാരികൾ ശക്തമായ രാഷ്ട്രീയ ചെറുത്തുനിൽപ്പ് നടത്തുമ്പോൾ പിണറായി വിജയൻ, അദ്ദേഹം മധ്യ ഉപരിവർഗത്തിൻ്റെ തടവറയിലായി കഴിഞ്ഞ വിജയനും CPM-ഉം അതൊക്കെ സാഗൂതം ഏറ്റുവാങ്ങാനുള്ള ശ്രമങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു കാലത്തും കേരളത്തിലെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യേണ്ടതാണോ? MK സ്റ്റാലിൻ, പിണറായി വിജയൻ അടക്കമുള്ള സർക്കാരുകളുടെ പിന്തുണയും സഹകരണവും തേടിയിട്ടുണ്ട്. ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, UGC നിയമ ഭേദഗതി വന്നപ്പോൾ കേരളത്തിൻ്റെ അതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ആകെ തകിടം മറിക്കുന്ന സർവകലാശാലകളെ കേന്ദ്ര സർക്കാരിൻ്റെ ഏതാണ്ടൊരു അവരുടെ നിയന്ത്രണത്തിന് കീഴിൽ ഗവർണർമാരിലൂടെ ആക്കുന്ന തരത്തിലുള്ള UGC നിയമ ഭേദഗതി വന്നപ്പോൾ ഈ സംസ്ഥാനങ്ങളിലേക്ക് യോഗം വിളിച്ചത് കേരളമാണ്. ഇപ്പോൾ ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ തമിഴ്നാട് യോഗം വിളിക്കുന്നു. ഒരു ഫെഡറൽ സംവിധാനത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ എടുക്കുക, ഇതൊക്കെയല്ലേ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ സ്വാഭാവികമായും സംഭവിക്കുക. അഭിലാഷ്, ഇവിടെ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് കാണരുത്. ഞാൻ ഈ പറഞ്ഞ 2 വിഷയങ്ങളും അതീവ ഗൗരവമറിയിക്കുന്നതാണ്. ഒന്ന്, നമ്മുടെ നാടിൻ്റെ വികസനവും നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം. മറ്റൊന്ന്, ഈ രാജ്യത്തെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വിഷയം. അവിടെയൊക്കെ അഴകുഴമ്പൻ നിലപാട് എന്ന് മാത്രമല്ല, ഫാസിസം എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ ഇനി ഈ അസ്കർ ഉൾപ്പെടെയുള്ള ഒരു CPM-ന്റെ നിരീക്ഷകർക്കോ പ്രതിനിധികൾക്കോ ഇനി ചാനൽ ചർച്ചയിൽ കഴിയില്ല. ഇവരൊക്കെ ഘോരം ഇതിനെതിരെ ശബ്ദിച്ചതിൻ്റെ ഒരുപാട് ഡിജിറ്റൽ
ഡിജിറ്റൽ രേഖകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി അവർക്ക് ശബ്ദിക്കാൻ കഴിയില്ല. ഇവരെയൊക്കെ നിർബന്ധിത പരിവർത്തനത്തിന് വിധേയമാക്കുന്ന പരീക്ഷണശാലയാക്കിയിട്ട് ഈ കൊല്ലം CPM സംസ്ഥാന സമ്മേളനത്തെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രഭൃതികളും മാറ്റിക്കഴിഞ്ഞു.